സ്കൂളുകളിലെ പാചക തൊഴിലാളികളുടെ വേതനം സർക്കാർ വർദ്ധിപ്പിക്കണമെന്ന് ബെന്നി ബെഹന്നാൻ MP ആവശ്യപ്പെട്ടു. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള യൂണിഫോം വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്കൂളുകൾ തുറക്കുമ്പോൾ വീടുകളിൽ നിന്ന് അമ്മമാർ ഏറെ വിശ്വാസത്തോടെയാണ് കുട്ടികളെ സ്കൂളുകളിലേക്ക് വിടുന്നത്. MP പറഞ്ഞു. വീടുകളിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം സ്കൂളിൽ നിന്ന് കുട്ടികൾ കഴിക്കും. സന്തോഷത്തോടെയും സംതൃപ്തിയോടെയുമാണ് ഓരോരുത്തരും കുട്ടികൾക്ക് ഭക്ഷണമൊരുക്കുന്നത്. പ്രതിസന്ധികളുണ്ടായാലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാനാകണമെന്നും എല്ലാ കുട്ടികളും നിങ്ങളെ എന്നും ഓർക്കുമെന്നും ബെന്നി ബെഹന്നാൻ കൂട്ടിച്ചേർത്തു. അടുക്കളയിൽ കഴിയുന്നവരെ ഷെയർ ആൻഡ് കെയർ പോലെയുള്ള സംഘടന അംഗീകരിക്കുന്നു എന്നുള്ളത് സ്കൂൾ പാചക തൊഴിലാളികളുടെ അർഹതയ്ക്കുള്ള അംഗീകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവിടെ അടുക്കളയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ അടുക്കളയിൽ പണിയുന്ന കുട്ടികൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്ന, അവരെ പരിരക്ഷിക്കുന്ന, അവർക്ക് രുചികരമായ ഭക്ഷണം കൊടുക്കുന്ന നിങ്ങളെ പലപ്പോഴും അത്ര ഒരു ഗൗരവത്തോടു കൂടിയുള്ള ഒരു പരിഗണന ആരുടെയും ഭാഗത്തുനിന്നുണ്ടാകാറില്ല. സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാറില്ല, മറ്റ് ഭരണാധികാരിയുടെ ഭാഗത്തുനിന്നുണ്ടാകാറില്ല. ഷെയർ ആൻഡ് കെയർ ചെയ്തത് നിങ്ങളെ കണ്ടെത്തി നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും എടുക്കുമ്പോൾ അധ്യാപകരെ പോലെ തന്നെ അല്ലെങ്കിൽ മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫിനെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നിങ്ങൾ എന്ന ഒരു കണ്ടെത്തൽ അവരുടെ ഒരു വലിയ മനസ്സായി ഞാൻ കാണുകയാണ്. നഗരസഭാ കൗൺസിലറും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ K. ഡെന്നി ഡേവിഡ്, O. അബ്ദുറഹ്മാൻകുട്ടി, KS രാജേഷ്, ഷമീർ ഇഞ്ചിക്കാലയിൽ, സക്കറിയ ചീരൻ, EMK ജിഷാർ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ഉപജില്ലയിലെ 87 സ്കൂളുകളിൽ നിന്നായുള്ള 89 പാചക തൊഴിലാളികൾക്കാണ് 2 ജോഡി യൂണിഫോമും ഏപ്രണും തൊപ്പിയും സമ്മാനിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ഉപജില്ലയിലെ മുഴുവൻ പാചക തൊഴിലാളികൾക്കും യൂണിഫോം ഏർപ്പെടുത്തുന്നതെന്ന് നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ പറഞ്ഞു. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് പുറമെ കുട്ടികൾക്ക് പാചകം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രദേശത്തെ മുഴുവൻ സ്കൂളുകളിലെയും പാചക തൊഴിലാളികൾക്ക് യൂണിഫോം നൽകുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ഒരു പദ്ധതിയാണ് എന്നാണ് AU സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ അധ്യയന വർഷം സ്കൂൾ അടയ്ക്കുമ്പോൾ പാചക തൊഴിലാളികൾക്ക് ലബീബ് ഹസൻ നൽകിയ വാക്കാണ് യൂണിഫോം വിതരണത്തിലൂടെ പാലിക്കപ്പെട്ടത്.